ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു ദിനമാണ് ജനുവരി 30 എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവായിരുന്ന ഗാന്ധിജി വധിക്കപ്പെട്ട ദിനമാണ് ഇന്ന്. ഗാന്ധിജിയുടെ വധദിനം അല്ലെങ്കിൽ ചരമദിനം, രക്തസാക്ഷി ദിനം വർത്തമാനകാലത്ത് വളരെ പ്രാധാന്യത്തോടുകൂടെ ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നാം മുന്നോട്ട് പോകുന്നത്. നമ്മുടെ രാജ്യം ലോകത്ത് എല്ലാ കാലത്തും പേരും പെരുമയുമുള്ളൊരു രാജ്യമാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ മുമ്പും സ്വാതന്ത്ര്യത്തിൻ്റെ ശേഷവും വർത്തമാനകാലത്തും. പക്ഷേ ഏത് കാലത്തും നമ്മുടെ രാജ്യം ഈ പേരും പെരുമയുമുള്ള സാഹചര്യത്തിലേക്ക് എത്തിച്ച് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായി മാറുന്നതിന് മുന്നിൽ നിന്ന് നയിച്ച ഈ രാജ്യത്തിൻ്റെ ആത്മാവെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഗാന്ധിജി വധിക്കപ്പെട്ടത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ്. നമ്മുടെ രാജ്യത്ത് മലബാറിൽ പോലും 10,000-കണക്കിന് മനുഷ്യന്മാർ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അധിപന്മാരുടെ തീത്തുപ്പുന്ന തോക്കിൻ്റെ മുന്നിൽ വിരുമാറ് കാണിച്ച് ധീര രക്തസാക്ഷ്യം വഹിച്ച പാരമ്പര്യം നമുക്കുണ്ട്. പക്ഷേ നമ്മുടെ ഗാന്ധി വധിക്കപ്പെട്ടത് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 5.5 മാസം പൂർത്തിയാകുന്ന സമയത്താണ് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു രാജ്യത്ത് വെച്ച് ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ ശത്രുക്കളായ ഇന്ത്യക്കാരനായ ഒരാളുടെ വെടിയേറ്റാണ് നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഗാന്ധിജിയുടെ വധം ലോകത്തെ മുഴുവനും നെട്ടിച്ചിട്ടുണ്ട്. ഇന്ത്യക്കാരെ മാത്രമല്ല, ലോകത്തെ മുഴുവനും. അതിന് കാരണമെന്താണ്? സമാധാനകാംക്ഷികളായ സർവ്വ മനുഷ്യരെയും നെട്ടിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? സമാധാനമായിരുന്നു ഗാന്ധിജിയുടെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അദ്ദേഹം ഉയർത്തിപ്പിടിച്ചത്. മറ്റൊന്ന്, ഈ രാജ്യത്തിൻ്റെ മുക്കുമൂലകളിൽ, ഈ രാജ്യത്തെ വിവിധ സമുദായങ്ങൾക്കിടയിൽ, ഈ രാജ്യത്തെ വിവിധ ഭാഷ സംസാരിക്കുന്നവർക്കിടയിൽ അനൈക്യമുണ്ടാകുമ്പോഴെല്ലാം, ഛിദ്രതയുണ്ടാകുമ്പോഴൊക്കെ അവരെ കൂട്ടി യോജിപ്പിക്കുവാൻ വേണ്ടി നെട്ടോട്ടമോടിയിരുന്ന ഒരാളാണ് ഗാന്ധിജി. മറ്റൊന്ന്, ലണ്ടനിൽ നിയമം പഠിക്കാൻ പോയി ബാരിസ്റ്ററായി, അഭിഭാഷകനായി, ഷൂട്ടും കോട്ടും ടൈയും കെട്ടിയിട്ട് ഒരു പാശ്ചാത്യ വേഷധാരിയായി ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്ന നമ്മുടെ ഗാന്ധിജി ലോകം മുഴുവനും ഇന്ന് കാണുന്ന അർദ്ധ ഫക്കീറിൻ്റെ വേഷം ധരിക്കാൻ കാരണം എന്തായിരുന്നു? നമ്മുടെ രാജ്യത്തിൻ്റെ മുക്കുമൂലകളിലൂടെ അദ്ദേഹം സഞ്ചരിച്ചപ്പോൾ ഉടുക്കാത്തവരെ, ഉണ്ണാത്തവരെ, കുടിക്കാത്തവരെ, അഥവാ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രയാസം നേരിടുന്ന മനുഷ്യരെ കണ്ടപ്പോഴാണ് ആ ഷൂട്ടും കോട്ടും ടൈയും അഴിച്ചു മാറ്റി ഒരു 2 കഷ്ണം തുണി മാത്രം ശരീരത്തിൽ ധരിച്ചുകൊണ്ട് അർദ്ധ ഫക്കീറായി ലോകത്തറിയപ്പെടുന്നത് അദ്ദേഹം. ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. ഐൻസ്റ്റീൻ പോലും പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹം ഇങ്ങനെ ലോകത്ത് ജീവിച്ചിരുന്നിട്ടുണ്ട് എന്ന് പിൻതലമുറക്കാർ വിശ്വസിക്കുക പോലും ചെയ്യില്ല. അതാണ് ഗാന്ധിജിയുടെ ജീവിതം, അത്ര അത്ഭുതമാണെന്ന് പറയുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പക്ഷേ ഗാന്ധിജി എന്തുകൊണ്ട് വധിക്കപ്പെട്ടു? ഗാന്ധിജി എന്ന ഒരു വ്യക്തിയെയോ ഒരു ശരീരത്തെയോ അല്ല ഈ രാജ്യത്തിൻ്റെ ശത്രുക്കൾ ഇല്ലാതെയാക്കിയത്. പക്ഷേ ഗാന്ധിജി ഉയർത്തിപ്പിടിച്ചൊരു ആശയമുണ്ട്. അത് ഇന്ത്യ രാജ്യത്തിൻ്റെ എല്ലാത്തെയും ആത്മാവാണ്. ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യത്തിന് മുമ്പ് കടന്നുപോയ കാലം, ഈ രാജ്യത്ത് വിദേശികൾ വന്ന് അക്രമം കാണിച്ചതിലപ്പുറം ഈ രാജ്യത്തെ ജനങ്ങൾ ഒന്നിച്ചു നിന്നിരുന്നു. കാരണം എല്ലാവരും ആ രൂപത്തിലായിരുന്നു മാനസികാവസ്ഥ. രാജ്യത്തെ സ്വാതന്ത്ര്യമാക്കുന്നതിന് ഗാന്ധിജി ഉയർത്തിപ്പിടിച്ചത് മുഴുവനും ഈ രാജ്യത്തെ ജനങ്ങൾ ഒന്നിപ്പിച്ച് നിർത്തുക എന്നുള്ളതായിരുന്നു. ആ ഒന്നിപ്പിച്ച് നിർത്തുന്ന ആശയം ഈ രാജ്യത്ത് നിലനിൽക്കുന്ന കാലത്തോളം തീർച്ചയാണ് ഈ രാജ്യത്തിൻ്റെ കുതിപ്പിനെ, വികസനത്തെ, പുരോഗതിയെ, വളർച്ചയെ, നിലനിൽപ്പിനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ ഈ ആത്മാവ് ചിലവർക്ക് എതിരാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന വർഗീയവാദി ക്രൂരമായി വെടിവെച്ചു കൊന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പക്ഷേ അതൊന്നും ഇന്ത്യക്കാർ വിസ്മരിക്കില്ല, മറക്കില്ല. എന്നാലും ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം എല്ലാ വർഷവും നമ്മൾ ആചരിക്കാറുണ്ടെങ്കിൽ പോലും ഈ കഴിഞ്ഞ 10 വർഷക്കാലത്ത് ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, വധിക്കപ്പെട്ട ഗാന്ധിജിയെ വീണ്ടും വീണ്ടും വധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അഥവാ ഗാന്ധിജി
ഫിസിക്കലായി ഇവിടെ ഇല്ലെങ്കിൽ പോലും ഗാന്ധിജി ഉയർത്തിപ്പിടിക്കുന്ന ആശയത്തെ പ്രൊമോട്ട് ചെയ്യുന്ന, അടയാളങ്ങളെ മുഴുവനും ഇല്ലായ്മ ചെയ്യുന്ന പ്രവൃത്തികളാണ് നമ്മുടെ രാജ്യത്ത് പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. സുദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല, ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് മഹാത്മാഗാന്ധി നാഷണൽ ഗ്രാമീൺ തൊഴിലുറപ്പ് പദ്ധതി എന്ന ഗാന്ധിജിയുടെ പേരിൽ ഈ രാജ്യത്തിൻ്റെ വികസനത്തിലെ അടിസ്ഥാന വർഗത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നടപ്പാക്കി വരുന്നൊരു പദ്ധതി പോലും വികസിത് ഭാരത് ഗ്യാരണ്ടി എന്ന ഒരു പുതിയ പേരിലേക്ക് കൺവെർട്ട് ചെയ്ത് ഗാന്ധിജിയുടെ ഓർമ്മപ്പെടുത്തുന്ന ആശയങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത്. നോക്കൂ, ഗാന്ധിജിയുടെ പേരിൽ നമ്മുടെ രാജ്യം കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരസ്കാരം അത് സമാധാനത്തിൻ്റെ പുരസ്കാരമാണ്. ആ പുരസ്കാരം വർഗീയതയെക്കുറിച്ച് പറയുകയും എഴുതുകയും ചെയ്യുന്ന ഒരാൾക്കാണ് 2021 കൊടുത്തത് എന്ന് നാം മനസ്സിലാക്കണം. ഗാന്ധിജിയെ കൊന്ന ആൾ തൂക്കിലേറ്റപ്പെട്ട ദിനത്തെ ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. ഗാന്ധിജിയുടെ പ്രതിമ പോലും കേരളത്തിൽ പോലും ഈയിടെ തകർക്കപ്പെട്ട വാർത്ത നമ്മൾ കേൾക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ഗാന്ധിജിയുടെ ഓർമ്മ നശിപ്പിക്കുക എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. ഗാന്ധിജി ഇല്ലെങ്കിൽ, ഗാന്ധിജിയുടെ ആശയമില്ലെങ്കിൽ, ഗാന്ധിജി ഉയർത്തിപ്പിടിച്ച സന്ദേശമില്ലെങ്കിൽ ഈ രാജ്യത്തിന് എവിടെയാണ് നിലനിൽപ്പ്? നോക്കൂ നിങ്ങൾ, മഹാത്മാഗാന്ധിജി സമാധാനത്തിൻ്റെ ആളാണെന്ന് പറയുന്നത് 1947 സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആ അർദ്ധരാത്രി സമയം നാളത്തെ അധികാര കൈമാറ്റത്തെ ലോകം മുഴുവനും കാതോർക്കുമ്പോൾ, ഇന്ത്യ രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ നേതാക്കന്മാരും കാതോർക്കുമ്പോൾ ഗാന്ധിജി എവിടെയായിരുന്നു? ഗാന്ധിജി പശ്ചിമ ബംഗാളിലായിരുന്നു. പശ്ചിമ ബംഗാളിൽ നവഖാലിയിലായിരുന്നു. ആ നവഖാലിയിൽ ഹിന്ദു മുസ്ലിമീങ്ങൾ വിഭജനത്തിൻ്റെ പേരിൽ പരസ്പരം കൊമ്പുകോർക്കുമ്പോൾ ആ ഗാന്ധിജി അവർക്കിടയിൽ രജ്ഞിപ്പുണ്ടാക്കിയിട്ടാണ് അവിടുന്ന് തിരിച്ചു പോരുന്നത്. അതുകൊണ്ടാണ് അന്നത്തെ ബ്രിട്ടീഷ് വൈസ്രോയി പറഞ്ഞത് 16,000 സൈനികർക്ക് സാധിക്കാത്തത് ഒരു മനുഷ്യന് സാധിച്ചു എന്ന്. ഇതാണ് ചിലവർക്ക് ഗാന്ധിജി അന്യവരായി മാറുന്നത്, ഗാന്ധിജിയോടുള്ള ശത്രുത ഉണ്ടാവാനുള്ള കാരണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ഗാന്ധിജി ഉയർത്തിപ്പിടിക്കുന്ന സ്മരണ ആര് എങ്ങനെ മായ്ച്ചു കളഞ്ഞാലും 10,000 പുസ്തകങ്ങളിലൂടെ ഗാന്ധിജി ഇന്ത്യക്കാരിലും ലോകരിലും ജീവിക്കും. അതുകൊണ്ട് ഈ ആശയത്തെ ജാഗ്രതയോടുകൂടെ ഉയർത്തിപ്പിടിക്കുക എന്ന ബാധ്യത ഇന്ത്യക്കാർക്കുണ്ട്. ഒറ്റ കാര്യം സൂചിപ്പിക്കുകയാണ്, ഭാരതീയരായ നമ്മളുടെ വിശേഷ ദിനമാണെങ്കിൽ മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിലേറെ വളരെ പ്രാധാന്യമുള്ള വിശേഷമായ ദിനങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. ഖുതുബയിൽ ഇന്നത്തെ നമ്മുടെ ഇമാം സയ്യിദ് അവറുകൾ, പ്രിയപ്പെട്ട സഹോദരന്മാർ, ഓതിയ ഖുതുബ ഈ ശഅബാൻ മാസത്തിൻ്റെ പ്രാധാന്യമാണ് പറയുന്നത്. ശഅബാൻ മാസത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, ഒന്ന്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്തെ മുഴുവൻ പ്രവാചകന്മാരുടെ മുന്നിലും ഏറ്റവും ഉയർത്തിക്കാണിക്കുന്ന ഒരു കാര്യം, അത് തിരുനബിക്ക് ലോകം കൊടുക്കുന്ന സ്വലാത്താണ്. ആ സ്വലാത്തിനെ കൽപ്പിക്കുന്ന, ആജ്ഞാപിക്കുന്ന ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന വചനം അവതരിപ്പിക്കപ്പെട്ടതുകൊണ്ട് തന്നെ സ്വലാത്ത് കൂടുതൽ വർദ്ധിപ്പിക്കുന്ന ഒരു മാസമാണ് ഇത്. മറ്റൊന്ന്, ദാരിദ്ര്യ നിർമാർജനത്തിന് ലോകത്ത് ഭൗതികമായ ധാരാളം വഴികൾ തേടുമ്പോഴും ലോകത്ത് ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുന്ന സമയത്ത് ദാരിദ്ര്യത്തിൻ്റെ ആത്മീയമായ പരിഹാര മാർഗമായിട്ടാണ് ബറാഅത്തിനെ കാണുന്നത്. അതുകൊണ്ടാണ് പരമ്പരാഗതമായി അസറിന് ശേഷവും മഗ്രിബിന് ശേഷവും നാം 3 യാസീൻ ഓതിയിട്ട് നമ്മുടെ ആയുസ്, ആരോഗ്യം, കുടുംബം, അതുപോലെ തന്നെ കുടുംബത്തിലെ ഐശ്വര്യം, ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യുന്നത്. ഖുതുബയിൽ ഇമാം സൂചിപ്പിക്കുകയുണ്ടായി, മഹാനായ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ബറാഅത്ത് രാവിനെ സജീവമാക്കി സുജൂദിൽ കിടന്ന് പ്രാർത്ഥനാ നിരതനായി അതിനെ സജീവമാക്കിയപ്പോൾ പ്രിയപത്നി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ആശങ്കക്ക് തിരുനബി മറുപടി പറഞ്ഞതെന്താണ്? ആയിഷ, ഇന്നത്തെ രാവ് നിങ്ങൾക്കറിയില്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ പ്രാർത്ഥനയുടെ
പാപമോചനത്തിൻ്റെ, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആവശ്യമുള്ളതെല്ലാം ചോദിച്ചു വാങ്ങാൻ പറ്റുന്ന രാവും പകലും നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ ആ രാവ് മഅദിൻ അക്കാദമിയിലെ ഗ്രാൻഡ് മസ്ജിദിലും എല്ലാ രാവുകളെയും സജീവമാക്കുന്നത് പോലെ ബഹുമാന്യരായ ബദറുസ്താദാത്ത് തങ്ങളുസ്താദിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ നടത്താറുണ്ട്. അത് അടുത്ത തിങ്കളാഴ്ച രാത്രിയാണ് ഇവിടെ വെച്ച് നടക്കുന്നത്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ഒറ്റക്കാര്യം, മർക്കസ് എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ സനദ് ദാന സമ്മേളനവും അതുപോലെ തന്നെ മർക്കസിലെ ഖത്മുൽ ബുഖാരി എന്ന പുണ്യമായ സദസ്സും നടക്കുന്നത് അടുത്ത വ്യാഴാഴ്ചയാണ്. അതിലെല്ലാവരും പങ്കെടുക്കണമെന്ന് മഹാന്മാരായ നമ്മുടെ നേതാക്കളൊക്കെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും അത് വിജയിപ്പിക്കണമെന്ന് മാത്രം ഉണർത്തി എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.